ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ കവിത വാര്യർ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. കാലിലും കയ്യിലൊക്കെ ഒരു ചുട്ടുനീറ്റം ഫീൽ ചെയ്യാറില്ലേ? അതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അതെന്തുകൊണ്ട് വരുന്നു, അതിൻ്റെ വേറെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ മരുന്നുകൾ നമുക്ക് എങ്ങനെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, ഇതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, എന്നാലേ വേഗം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ഓക്കെ. ഇപ്പം അടുത്ത് ഞാൻ ഒരു പേഷ്യൻറ്റിനെ പരിചയപ്പെട്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, കാലിൽ ഭയങ്കര ചുട്ടുനീറ്റാണ്. ഞാൻ കണ്ടപ്പോൾ കാലിൽ റെഡ് കളറിലിരിക്കുന്നു. പിന്നെ കുറച്ച് ലക്ഷണങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു. ആദ്യമേ തന്നെ നമ്മൾ ഇതിലേക്കൊക്കെ കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പ്രത്യേകം എടുത്ത് പറയണം. പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പലവരും കേട്ടിട്ടുണ്ടാവും. ഇനി കേൾക്കാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്, പണ്ട് നെർവസ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം. ഈ പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നെർവ്സ് ഔട്ട്സൈഡ് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. അതായത് ബ്രെയിനിനെയും സ്പൈനൽ കോഡ് കണക്ട് ചെയ്യാത്ത ഒരു നെർവസ് സിസ്റ്റമാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം. ഈ നെർവസ് കണക്ട് ചെയ്യുന്നത് നമ്മുടെ കൈയും കാലും എല്ലാ ലിംസും ഓർഗൻസിനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കി എല്ലാ ബോഡിയുടെ ബാക്കി എല്ലാ ഭാഗത്തിനെയും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെന്തെങ്കിലും ഡാമേജ് വരുമ്പോഴാണ് പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറയുന്നത്. ഞാൻ എന്തുകൊണ്ട് ഇപ്പം ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ കാലിലെ ചുട്ടുനീറ്റല്ലേ, അത് ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. ചുട്ടുനീറ്റെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സിംറ്റം, ഒരു ലക്ഷണം മാത്രമാണ്, അതൊരു അസുഖമല്ല. വേറെ ഒരു അസുഖം നിങ്ങൾക്കുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. ഇതിൻ്റെ ലക്ഷണങ്ങൾ വേറെ എന്തൊക്കെയാണ്? കാലിലെ ചുട്ടുനീറ്റം, പിന്നെ അവിടെ ഡിസ്കളറേഷൻ വരും. ചിലപ്പോൾ കോപ്പർ കളറായിരിക്കാം, ചിലപ്പോൾ ബ്ലാക്കിഷ് കളറായിരിക്കാം, ചിലപ്പോൾ റെഡിഷ് കളറായിരിക്കാം. അതേമാതിരി ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഭയങ്കര സെൻസിറ്റിവിറ്റി ആയിരിക്കും. എന്ന് വെച്ചാൽ ചിലപ്പോൾ കയ്യിലും കാലിലൊക്കെ എന്തോ ഗ്ലൗസ് ഇട്ട മാതിരിയൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ ഗ്ലൗസ് ഇട്ടിട്ടുണ്ടാവില്ല. സോക്സ് ഇട്ട മാതിരി തോന്നും, സോക്സ് ഇട്ടിട്ടുണ്ടാവില്ല. അതേമാതിരി തന്നെ അവർക്ക് ചിലവർക്ക് ഭയങ്കര ചൂടായിരിക്കും, ഭയങ്കര ഉഷ്ണമൊക്കെ തോന്നും. ഭയങ്കര ഈ വെയിൽ കൊള്ള മാതിരി ഒരു ഫീലിംഗ് ഉണ്ടാവും. പക്ഷെ അങ്ങനെ ആയിരിക്കില്ല, ഭയങ്കരമായിട്ട് വേർക്കും. അതേമാതിരി വലിയ ജോയിൻസിൽ വേദന ഉണ്ടാവില്ല. പക്ഷെ കുഞ്ഞു കാലിൻ്റെ ഇവിടെ ഈ ഭാഗത്തൊക്കെ നല്ല ബുദ്ധിമുട്ട് കഴിക്കും, വേദനയായിരിക്കും, നീരുണ്ടാവും, ഭയങ്കര സ്വെല്ലിങ് ആയിട്ടിരിക്കും. അവർക്കൊന്ന് എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും ഒന്ന് വീഴുമ്പോഴേക്കും ഭയങ്കര ബുദ്ധിമുട്ടാവും. ആ ഭാഗം മാത്രം ചിലപ്പോൾ ടെമ്പറേച്ചർ കൂടി നിൽക്കുന്നുണ്ടാവും. പിന്നെ പ്രഷറിന് വ്യത്യാസങ്ങളുണ്ടാവും, ഷുഗർ ലെവൽ വ്യത്യാസങ്ങളുണ്ടാവും. പിന്നെ തലകറക്കം, തലചുറ്റൽ, അതേമാതിരി നടക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് അവർ തളർന്നു വീഴും, പാരാലിസിസ് വരെ സംഭവിക്കാം. ഇതൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. എന്തിൻ്റെ ലക്ഷണങ്ങളാണ് ചോദിച്ചാൽ എന്തുമാവാം, കാരണങ്ങൾ പലതാണ്. പൊതുവെ ഷുഗർ ഉള്ളവർക്കാണ് ഇങ്ങനെ വരുന്നത്. ഡയബറ്റിസ്, അല്ലെങ്കിൽ വേരിക്കോസ്, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു ഇഞ്ചുറി വന്നു, എവിടെയെങ്കിലും വീണു. അപ്പോൾ അതിൻ്റെ ഇഞ്ചുറി, ഈ നെർവ്സ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ നെർവ്സ് ഡാമേജ് ആയാലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിൽ ഏതെങ്കിലും 1-2 ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ സംഭവം ഉണ്ടെന്ന് അർത്ഥം. എന്തുണ്ട്? പെരിഫറൽ ന്യൂറോപ്പതി. അപ്പോൾ വേറെ എന്തെങ്കിലും ഇത് ഒരു ലക്ഷണം മാത്രമാണ്. പക്ഷെ എന്തുകൊണ്ട് ഇത് എങ്ങനെ വന്നു എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വെരിക്കോസ് ഉണ്ടാവും, ഡയബറ്റിസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇഞ്ചുറി വന്നാൽ ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. ആയുർവേദ പ്രകാരം പറയാനാണെങ്കിൽ വാതരക്തം എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് രക്തം ദുഷിച്ചിട്ട് നമ്മുടെ വാദത്തിൻ്റെ ആ ചാനൽസ് എന്നൊക്കെ പറയില്ല. വാദം എന്തുകൊണ്ടാണ് റെസ്പോൺസിബിൾ ഫോർ മൂവ്മെന്റ്സ്, ന്യൂറോളജിക്കൽ മൂവ്മെന്റ്സിന്റെ ഉത്തരവാദിത്തമാണ് വാദത്തിന്. അതുകൊണ്ട് വാദത്തിൻ്റെ ആ ചാനലിനെ ഒബ്സ്ട്രക്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ വാദത്തിനെ അത് വിഷിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യുന്നു. അപ്പോൾ വാതരക്തം എന്നുള്ള പേര് പറയുന്നു. പിന്നെ ഞാൻ നേരത്തെ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, ഇപ്പോൾ കാരണങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞു, പുറത്തുനിന്ന് ഒരു ഇഞ്ചുറി ഉണ്ടാവാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും വീഴാം, അല്ലെങ്കിൽ അറിയാത്ത എന്തെങ്കിലും ഭയങ്കര എക്സ്പോഷ്യർ, ഭയങ്കരമായിട്ട് നമ്മൾ പറയില്ല, ഭയങ്കര പണിയെടുത്ത് ഭയങ്കര സ്ട്രെയിൻ എടുത്തിട്ട് ചിലപ്പോൾ അപ്പോഴും ഈ പറയുന്ന പോലെ മസിൽസിനും ഇതിനൊക്കെ ഇഞ്ചുറി വരാം. അതെല്ലാം തന്നെ എന്തെങ്കിലും മെഡിസിൻ കഴിച്ചു, അതിൻ്റെ സൈഡ് എഫക്റ്റ് ആവാം. അതെല്ലാം തന്നെ എവിടെയെങ്കിലും ഒരു അലർജി പോലെ വരാം, എവിടെയെങ്കിലും സ്കിൻ അലർജി പോലെ വരാം. പക്ഷേ ഇത് വളരെയധികം സൂക്ഷിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, ഇതിൻ്റെ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതും മറ്റേ സാധാരണ ആർത്രൈറ്റിസോ മുട്ടുവേനയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യരുത്, രണ്ടിനും നല്ല വ്യത്യാസമുണ്ട്. അതേമാതിരി ചിലപ്പോൾ ഈ വയറിന് പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോഴും ഇത് വേറെ തരത്തിൽ ബാധിക്കും. കാരണം ഉള്ളിലുള്ള ടോക്സിൻസ്, ഏതൊക്കെ തരത്തിൽ ടോക്സിൻസ് പോയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതേമാതിരി വിറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവും, വിറ്റമിൻ ബി ഡെഫിഷ്യൻസി, വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി. അപ്പോൾ ഇതൊക്കെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് ഒരു ഐഡിയ കിട്ടുള്ളൂ. അല്ലെങ്കിൽ കിഡ്നിക്കും ലിവറിനും എന്തെങ്കിലും ഒരു ഇഷ്യൂ. ഇതൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ. അപ്പോൾ ആദ്യമേ തന്നെ നമ്മളൊരു ആയുർവേദ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡെഫിനറ്റ്ലി അവർ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, നിങ്ങളുടെ മറുപടി അനുസരിച്ചിട്ടാണ് അവർക്കത് മനസ്സിലാവണം. നിങ്ങൾ നീരുണ്ടെന്ന് പറയുമ്പോൾ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അതേമാതിരി അവർ നാടി നോക്കും, ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റ് കയ്യിലുണ്ടെങ്കിൽ അത് സൂക്ഷിച്ച് വെക്കുക. കാരണം ഇതും കൂടി വെച്ചിട്ട് നോക്കിയിട്ട് വേണം നമുക്ക് അതൊന്ന് ചെയ്യാനായിട്ട്. അലോപ്പതിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ആൻറ്റിബയോട്ടിക് തരും, അതേമാതിരി അലർജിക്ക് ഇതാക്കാനുള്ള മരുന്നുകളൊക്കെ തരും.
പക്ഷേ ഇതിന് ശേഷം വീണ്ടും അത് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങളെ കുറിച്ച് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് വാതരക്തമുണ്ടോ ഇല്ലയോ. ഇനി ആയുർവേദ പ്രകാരം ട്രീറ്റ്മെൻറ്റ് എന്താ ചെയ്യുക വെച്ചാൽ, ഉള്ളിൽ ഡെഫിനറ്റ്ലി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പഞ്ചകർമ്മ ചികിത്സയാണ്. അതിൻ്റെ കൂടെ ഒരു അവഗാഹം, അതായത് പുറത്തുനിന്ന് നമ്മൾ ധാരമാരി മരുന്നുകളൊക്കെ വെച്ചിട്ട്, ഇപ്പോൾ പാൽ കഷായമൊക്കെ വെച്ചിട്ട് ധാരയാക്കിയിട്ട് ചെയ്യാം. പിണ്ടതൈലം, ഖചിത പിണ്ടതൈലം നല്ലതാണ്. പക്ഷെ ഞാൻ ഈ പറയുന്ന മരുന്നുകൾ ഉപയോഗിക്കാനല്ല, ജസ്റ്റ് ഒരു എങ്ങനെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ വിരേചനം, വയറ്റിൽ നിന്ന് എന്തെങ്കിലും അലർജിയോ സ്കിന്ന് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ വയറ്റിൽ നിന്ന് ഒരു ലാക്സേറ്റ് അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകാനുള്ള മരുന്നുകൾ കൊടുക്കുക എന്നുള്ളതാണ്. കാരണം വയറ് ക്ലീൻ ആയി കഴിഞ്ഞാൽ ഏത് അസുഖത്തിനും ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് വയറ് ക്ലീൻ ആക്കുക എന്നുള്ളതാണ്. അത് ആയുർവേദത്തിൻ്റെ ഒരു പോളിസിയാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകൾ ഇതിൽ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഉടനെ നിങ്ങളുടെ മെസ്സേജിൻ്റെ റിപ്ലൈ ഞാൻ ഉടനെ തരുന്നതായിരിക്കും. സോ ഇനിയും ഇതേമാതിരി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇനിയും ഇടുന്നതായിരിക്കും. ഡോണ്ട് ഫർഗെറ്റ്.